കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ഭർത്താവ് കൊലപ്പെടുത്തിയ ഷിബിലയുടെ മാതാപിതാക്കൾ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. പിന്നെ സാധനങ്ങളൊക്കെ കൊണ്ടുതരാൻ വേണ്ടി പറഞ്ഞ അവർ 2 ദിവസത്തിനുള്ളിൽ കൊണ്ടുതരുമെന്നാണ്. ആ സാധനങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ടില്ല, ഒരാഴ്ച കഴിഞ്ഞിട്ടില്ല, പിന്നെ അതിനെപ്പറ്റി ഒരു വിവരമില്ല. അവർ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു അവർ കൊണ്ടു തന്നില്ലെങ്കിൽ നിങ്ങൾ വിളിച്ച് വിവരം അറിയിക്കേണ്ടിയിരുന്നു. അങ്ങനെ വിളിച്ച് സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ച് യാതൊരു റിസൾട്ടും ഇല്ല അതിന്. പിന്നെ ഒരുപാട് തവണ ഞങ്ങൾ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവരതിനെപ്പറ്റി യാതൊരു നടപടി എടുത്തില്ല. ശരിക്കും അന്ന് എന്തെങ്കിലും ഒരു നടപടി പോലെ കറക്റ്റായിട്ട് എടുത്തിന് അന്ന് എൻ്റെ മോളെ പെട്ട് ജീവനോടുണ്ടാവുമായിരുന്നു. ഇതിൻ്റെ ശരിക്കും ഇവരുടെ മാതാപിതാക്കളാണ് ഇതിന് ശരിക്കും ഉത്തരവാദി. അവർ ഇതിന് തക്കതായ ഒരു നടപടി പോലും ഇതിനെ എടുത്തിനെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. ഞാൻ അവൻ്റെ ജ്യേഷ്ഠനോട് അവൻ ഉമ്മനെയും വാപ്പനെയും കൂട്ടി ഒന്ന് വരികയാണെങ്കിൽ നമുക്ക് ഇവിടം വെച്ച് ഇത് പറഞ്ഞ് തീർക്കാൻ. ഞാൻ ഓര് വന്നില്ല, പള്ളി കമ്മിറ്റി വിളിച്ചിട്ടും വന്നില്ല, ഞാൻ ഇവിടേക്ക് വിളിച്ചിട്ടും വന്നില്ല. അവരോട് ഒന്ന് സഹകരിച്ചില്ലെങ്കിൽ നിങ്ങളെ ഒരു പ്രശ്നങ്ങളുണ്ടാവില്ലായിരുന്നു. ഓലാണ് ഇതിന് മെയിൻ ഉത്തരവാദി. ഇതിന് ഓന് എത്ര വലിയ ശിക്ഷ കൊടുക്കാൻ പറ്റും അത് കൊടുക്കണോ. നേരത്തെ ഈ ഇവരുടെ വിവാഹം നേരത്തെ ഉറപ്പിച്ചിരുന്നല്ലോ, അതായത് ഷിബിലയുടെ നിക്കാഹ് നേരത്തെ ഉറപ്പിച്ചിരുന്നല്ലോ. ആ സമയത്താണ് കോടതിയിലൊക്കെ പോകുന്നത്. ഭീഷണിപ്പെടുത്തിയതാണോ ഇതിനെ കൂടെ പോകണമെന്ന്? ഇപ്പൊ ബലമായ സംശയിക്ക് അവൻ അന്ന് ഒന്നുകിൽ കൊല്ലൂന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടായിരിക്കും അവളെ ഓന്റെ കൂടെ പോയത്. അല്ലാണ്ട് ഓള് ഒരു കാരണവശാലും ഇഞ്ഞ പിരിഞ്ഞോള് പോവില്ല. എനിക്കറിയാം. ഞാൻ സ്നേഹിച്ച് അങ്ങനെ കൊണ്ടുവന്ന എൻ്റെ 2 മക്കളാണ്. ഒരു അതിനനുസരിച്ച് പോലെ നിൽക്കൂ. എനിക്കറിയാം. എന്നുവെച്ചാൽ ഓൻ്റെ ഭീഷണിക്ക് വാങ്ങിയിട്ടല്ലാണ്ട് ഓള് പോകില്ല ബലമായ സംശയമുണ്ട്. അതുപോലെ കോളേജിൽ ഇപ്പം ഞാൻ വന്നെന്ന് പറഞ്ഞേ, ഞാൻ മരിച്ചിക്കോന്ന് അറിയാൻ വേണ്ടിയിട്ട് 2ാമത് ഞാൻ തീർക്കാൻ വന്നതാണെന്ന് ബലമായ സംശയം ഉണ്ടെങ്കിൽ അതിലും ഓനത് ചെയ്യൂ. പോലീസിന്റെ ഒരു ഉദാസീനതയാണ് കാരണം. അപ്പോൾ കൂടുതൽ അന്വേഷണമോ അല്ലെങ്കിൽ പരാതികളൊക്കെ സംബന്ധിച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ലഹരിപരമായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഇത് കൊടുക്കുമ്പോൾ ഒന്ന് വന്ന് അന്വേഷിക്കണ്ടേ ഓനെപ്പറ്റി ഇവിടെ ഏത് നാട്ടിൽ വന്ന് ഏത് ചെറിയ മക്കളോട് ചോദിച്ചാൽ ആൾക്കാർ പറയൂ ഓനങ്ങനത്തെ ഒരാളാണെന്നുള്ളത്. അതുപോലെ ഒന്ന് അന്വേഷിക്കാതെ ഭയങ്കര സങ്കടമുണ്ട്. പോലീസിന്റെ ഉദാസീനക്ക് എന്തായാലും പോലീസ് മേലധികാരികൾക്കും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള വകുപ്പിന് പരാതി കൊടുക്കും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പരാതിയുടെ കാര്യങ്ങളൊക്കെ അവർ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടല്ലല്ലോ, ഇപ്പോൾ തുടരെ നീക്കിക്കൊണ്ടിരിക്കും. അവർ വിളിച്ചിട്ട് ഇവർ വന്നില്ല. അതാണ് മെയിൻ പ്രശ്നം. മഹല്ല് കമ്മിറ്റി അല്ല വരാണ്ടിരുന്നത്. യാസറിന്റെ വാപ്പ വിളിച്ചറിഞ്ഞ് ഓനിന്ന് പെയിന്റിങ്ങിന്റെ പണിയുണ്ട്, അത് തീർക്കാൻ വേണ്ടി പോയതാണ്. അതിനെ കൊണ്ട് ഓന് കൂടൂല. നമ്മളൊരു ആവശ്യപ്പെട്ടിട്ടാണെങ്കിൽ എന്ത് പണി ഒഴിവാക്കി ഓൻ വരികയാണല്ലോ വേണ്ടിയത്. ഓനോ കുട്ടിനെ വേണമെങ്കിൽ അവളോട് അത്ര സ്നേഹം ഉണ്ടെങ്കിൽ ഓൻ വരണ്ടേ. ഓന് ഷബീറുമായിട്ട് നിക്കാഹ് ചെയ്ത സമയത്ത് ഷബീറിനെ ഓളെ എവിടെയെങ്കിലും വെച്ച് ഇനി എവിടെ പോയാലും കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇവന്റെ ഒപ്പം തന്നെ പോയത്. ഷബീർ എന്ന് പറയുന്നത് ആദ്യം നിക്കാഹ് ചെയ്ത ആള്. ഈ സംഭവ ദിവസം ഈ യാസിർ ലഹരി ഉപയോഗിച്ചിട്ടാണ് വന്നതെന്ന് തോന്നുന്നത്. അങ്ങനെയായിരുന്നു അയാളുടെ പെരുമാറ്റം. അതിന്റെ തലേ ദിവസം ഇവിടെ വന്നിരുന്നു. അപ്പോൾ വിളിഞ്ഞോട് പറഞ്ഞു ഓനെ നല്ലോണം മണക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞേക്ക്. വെള്ളടിച്ചാ വന്നതെന്നൊക്കെ പറയുന്നത് എന്തോ മണക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞേക്ക്. അന്നത്തെ യാഥാർത്ഥ്യം ഇവർക്ക് മണപ്പിക്കാനോ ധൈര്യം ഉണ്ടോ എന്ന് നോക്കാനോ അവർക്ക് സമയം കിട്ടിയില്ല. സഡൻ ടൈമിലുള്ളതായതുകൊണ്ട് മദ്യപിച്ചോ ഇല്ലോ എന്നുള്ളതിന്റെ പൂർണ്ണ വിവരം ഇവർക്കില്ല. പറഞ്ഞിട്ടുണ്ട്. നല്ല മദ്യപിച്ച് വന്ന് കണക്കിൽ ഒരു സാധനങ്ങളൊക്കെ എടുത്ത് എറിഞ്ഞ് പൊട്ടിക്കുകയെ അവളെ ഭയങ്കര ക്രൂരമായിട്ട് അവിടെ ഒരുപാട് സംഗതികൾ ചെയ്തിക്ക്. ഷിബില അന്ന് പരാതി കൊടുക്കാൻ വന്ന സമയത്ത് എന്നോട് തന്നെ നേരിട്ട് പറഞ്ഞു, ഇവൻ മദ്യപിച്ച് വന്നാൽ ഈ അവൻ്റെ പെരുമാറ്റം വളരെ ഒരു സാഡിസ്റ്റ് മനോഭാവത്തിൽ അവൻ കാണിക്കാമെന്ന് പറഞ്ഞു. അത് ശാരീരികമായും ഒക്കെ തന്നെ ഉപദ്രവിച്ചിട്ട് ആ ഉപദ്രവത്തിൽ സന്തോഷം കാണുന്നുണ്ടെന്നാണ്. പിന്നെ 4 ബാങ്കിൽ നിന്ന് വേറെ പേരിൽ ലോൺ എടുത്ത് വെച്ചിട്ട് ആ ലോണുകാർ 4 ബാങ്കുകാരും ഇവിടെ വന്ന് ഞാനാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ബാങ്കിൽ നിന്ന് വന്ന ആൾക്കാർ ഓനെ വിളിച്ചിട്ട് കിട്ടായിട്ട് ഓൻ്റെ അമ്മനെ വിളിച്ചു. ഈങ്ങാപ്പുഴയിൽ യാസിർ കൊലപ്പെടുത്തിയ ഷിബിലയുടെ മാതാപിതാക്കൾ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. യാസിറിന്റെ കുടുംബത്തിനെതിരെയും പോലീസിനെതിരെയുമാണ് കുടുംബം ആരോപണം ഉന്നയിക്കുന്നത്.